ഹനുമാന്റെ ജാതിയും മതവുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി വാഗ്വാദങ്ങൾ നടക്കുകയാണ്, വാക്ക് തർക്കങ്ങളും നടക്കുകയാണ്. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ആദ്യമായി ഹനുമാന്റെ ജാതി പറഞ്ഞത്. ഹനുമാൻ ദളിതൻ എന്നായിരുന്നു യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന. ഇത് വലിയ വിവാദമായതിനെ തുടർന്ന് ബി.ജെ.പിയിലെ എം.പി, യു.പിയിൽ നിന്നുള്ള ബി.ജെ.പി എം.പിയും ദളിത് ആക്ടിവിസ്റ്റുമായ സാവിത്രിഭായ് ഭൂലെ ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കുക തന്നെ ചെയ്തു. സാവിത്രിഭായ് ഭൂലെയുടെ നിലപാട് ഇതായിരുന്നു: ദളിതരെ കുരങ്ങിനോട് ഉപമിക്കുകയാണ് യോഗി ആദിത്യനാഥ് ചെയ്തത്. മാത്രമല്ല, ഒരു ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണനായ രാമൻ്റെ പാദസേവ ചെയ്തതിന് ശേഷം ഹനുമാന് എന്താണ് ബാക്കി എന്നുകൂടി സാവിത്രി ചോദിച്ചു. തുടർന്ന് അവർ പാർട്ടി വിടുകയായിരുന്നു. അങ്ങനെ ഒരു എം.പിയുടെ രാജിയിൽ വരെ കലാശിച്ച വിവാദമാണ് ഹനുമാന്റെ ജാതിയും മതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി യു.പിയിലെ സ്പോർട്സ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ സ്പോർട്സ് താരമാണ് എന്നാണ്. അദ്ദേഹം മുസ്ലിമോ അല്ലെങ്കിൽ ദളിതനോ അല്ല. ഹനുമാൻ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് പേഴ്സൺ എന്നാണ് യു.പി സ്പോർട്സ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏറെ വിവാദമായ സംഘപരിവാർ ബി.ജെ.പി നേതാക്കന്മാരുടെ ഹനുമാന്റെ ജാതി പരാമർശത്തിന് പിന്നാലെയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും യു.പി സ്പോർട്സ് മന്ത്രിയുമായ ചേതൻ ചൗഹാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആരും ഹനുമാന്റെ ജാതി ചർച്ച ചെയ്യാൻ പാടില്ല, അദ്ദേഹം ഒരു സ്പോർട്സ് താരമായിരുന്നു എന്നാണ് ഇപ്പോൾ ചേതൻ ചൗഹാന്റെ നിലപാട്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ കാണേണ്ടത്. ഹനുമാൻ ഒരു സ്പോർട്സ്മാനാണ് എന്നാണ് ഇപ്പോൾ ചേതൻ ചൗഹാൻ പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളുമായി അദ്ദേഹം മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് വേഗത്തിൽ പറക്കാനുള്ള കഴിവുണ്ട്, ഓടാനുള്ള ശേഷിയുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹനുമാൻ ഒരു മുസ്ലിമോ ഒരു മറ്റേതെങ്കിലും ജാതിക്കാരനോ പിന്നോക്ക ദളിത് ജാതിക്കാരനോ അല്ല. അത്തരത്തിലുള്ള ജാതിയും മതവും ചർച്ച ചെയ്യേണ്ടതില്ല. ഹനുമാൻ ഒരു സ്പോർട്സ് പേഴ്സണാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ഒരു സ്പോർട്സ്മാൻ്റേതാണ് എന്നാണ് ഇപ്പോൾ ചൗഹാൻ്റെ കണ്ടെത്തൽ. നേരത്തെ ഹനുമാൻ ഒരു ദളിത് ആദിവാസിയായിരുന്നു എന്നായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ പരാമർശം. പിന്നാലെ ഹനുമാൻ മുസ്ലിമാണെന്ന വാദവുമായി ബി.ജെ.പി നേതാവ് ബുക്കാൻ നബാവാണ് രംഗത്ത് വന്നത്. അത് ഏറെ വിവാദമായിരുന്നു. അതിനു പിന്നാലെ ഹനുമാൻ ജാട്ട് വിഭാഗക്കാരനായിരുന്നു എന്ന വാദമാണ് ഉത്തർപ്രദേശ് മന്ത്രി ചൗധരി ലക്ഷ്മി നാരായണൻ അവതരിപ്പിച്ചത്. ഇത്തരം ജാട്ട്, മുസ്ലിം, ആദിവാസി, ദളിത് എന്നീ കാറ്റഗറികളാണ് ഇതുവരെ ഹനുമാനെ പെടുത്തിയിരുന്നത്. എന്നാൽ ഈ കാറ്റഗറിയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ചൗധരി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ അതായത് ഹനുമാനെ ഏതെങ്കിലും ഒരു കള്ളിയിൽ പെടുത്താൻ പറ്റില്ല. അദ്ദേഹത്തെ ജാതീയമായി അല്ലെങ്കിൽ മതപരമായി അദ്ദേഹത്തെ ഒരു മുസ്ലിമായി ആക്ഷേപിക്കരുത്, അദ്ദേഹത്തെ ഒരു ദളിതനായി താഴ്ത്തിക്കെട്ടരുത്. അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണ് അതിന് ഉദാഹരണമെന്നാണ് ഇപ്പോൾ യു.പി സ്പോർട്സ് മന്ത്രി ചേതൻ ചൗഹാൻ്റെ നിലപാടും കണ്ടെത്തലും. ഏതായാലും ഏറെ നാളായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഹനുമാൻ്റെ ജാതിയും മതവുമൊക്കെ വിട്ടുകൊണ്ട് അദ്ദേഹത്തെ ഒരു സ്പോർട്സ്മാൻ ആക്കിയിരിക്കുകയാണ് യു.പിയിലെ സ്പോർട്സ് മന്ത്രി.